ജയിലിലിട്ടതും അറസ്റ്റ് ചെയ്തതും എല്ലാം BJP സർക്കാർ തന്നെയല്ലേ? BJPക്ക് ക്രെഡിറ്റ് എടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ ക്രെഡിറ്റ് എടുത്തോ? ഞാൻ പറഞ്ഞത് എന്താണ്? ഞങ്ങളോട് 5-6 ദിവസം മുമ്പേ സഭ വിളിച്ച് സഹായിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ സഹായിക്കാൻ ഇറങ്ങി. ഞാൻ ഇന്നലെയും പറഞ്ഞു, മിന്നാന്ന് പറഞ്ഞു. നിങ്ങൾ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കരുത്. ഇന്ന് നല്ലൊരു സന്തോഷ ദിവസമാണ്. എനിക്ക് സംസാരിക്കാൻ അങ്ങനെ ആഗ്രഹമില്ല. മാധ്യമങ്ങളെ തള്ളി മാറ്റിപ്പോയ ആളാണ് ഇപ്പോൾ കേമൻ. ഇപ്പോൾ ജയിലിന് മുന്നിൽ കാത്തിരുന്നതും പള്ളിയിൽ കൊണ്ട് ഇറക്കിയതും ഒക്കെ അവർ തന്നെ. അവർ അങ്ങനെ കരുത്ത് കാണിച്ചു. ഇവിടെയാണ് KC വേണുഗോപാൽ പറഞ്ഞതും കുറിച്ചതും ചർച്ച ചെയ്യേണ്ടത്. രാജ്യത്തെമ്പാടുമുള്ള ജനങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടിരിക്കുകയാണ്. നമ്മുടെ 2 കന്യാസ്ത്രീ സഹോദരിമാർക്കും ജാമ്യം അനുവദിച്ചു. അതിൽ അങ്ങേയറ്റത്തെ സന്തോഷം രേഖപ്പെടുത്താനാണ് ഇവിടെ വന്നത്. നിയമവിരുദ്ധ മതപരിവർത്തനവും മനുഷ്യക്കടത്തും നടത്തിയെന്ന കുറ്റം വ്യാജമായി ചുമത്തിയിട്ടാണ് കഴിഞ്ഞ 9 ദിവസമായി നമ്മുടെ കന്യാസ്ത്രീ സഹോദരിമാർ ജയിലിൽ കിടക്കുന്നത്. ഇതിനപ്പുറം വലിയൊരു ക്രൂരത ഈ സമൂഹത്തോട് കാണിക്കാനില്ല. ന്യായമായി നിയമം അവരുടെ ഭാഗത്താണ്. എന്നിട്ടും ഇവരെ ജയിലിൽ അടച്ചേ മതിയാവൂ എന്ന രീതിയിൽ ജാമ്യ വ്യവസ്ഥകൾ നീട്ടി മുന്നോട്ട് പോകുന്നു എന്നായിരുന്നു. ഇതിപ്പോൾ ജാമ്യം അനുവദിച്ചപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് കണ്ടീഷനോടുകൂടിയാണ് ജാമ്യം കൊടുത്തിട്ടുള്ളത്. ഈ കേസ് ഉടൻ റദ്ദാക്കാൻ ഛത്തീസ്ഗഡ് സർക്കാർ തയ്യാറാവണം. കാരണം ഇത് അന്യായമായ കേസാണ്, സത്യവിരുദ്ധമാണ്. ഈ കേസ് റദ്ദാക്കാൻ ഛത്തീസ്ഗഡ് സർക്കാർ എന്തുകൊണ്ടാണ് മടി കാണിക്കുന്നത്? ഇവരെ നിയമത്തിൽ വലിച്ചിഴച്ച് വിചാരണ ചെയ്തത്. ഇനിയും ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. സത്യത്തിൽ ഇത് കഴിഞ്ഞ 9 ദിവസക്കാലമായി ഇന്ത്യ കണ്ട ഒരു പ്രത്യേക പോരാട്ടമായിരുന്നു. ഇതിനകത്ത് ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നുമില്ല. എല്ലാവരും ഈ പോരാട്ടത്തിൽ പങ്കെടുത്തു. പാർലമെന്റിനകത്ത് ഞങ്ങൾ നടത്തിയ പോരാട്ടം നിങ്ങൾ കണ്ടതാണ്. പാർലമെന്റിന് പുറത്തും ഛത്തീസ്ഗഡിൽ ദുർഗ്, റായ്പൂർ എന്നിവിടങ്ങളിലും ഈ പോരാട്ടത്തിന് വേദിയായി. നമ്മുടെ മാധ്യമ പ്രവർത്തകരും കഴിഞ്ഞ 8-9 ദിവസമായി അവിടെ ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇവർക്ക് ജാമ്യം ലഭിച്ചത്. കേന്ദ്ര സർക്കാരും ആഭ്യന്തര വകുപ്പും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയോട് ഈ കേസ് റദ്ദാക്കാൻ ആവശ്യപ്പെടണം. അന്യായമായി തടഞ്ഞുവെച്ചവർക്കെതിരെ കൃത്യമായ നടപടിയെടുക്കണം. അറസ്റ്റിലായ കന്യാസ്ത്രീകൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് രക്ഷിതാക്കളുടെ സമ്മതത്തോടു കൂടിയാണ് 3 പേരെ കൊണ്ടുപോകുന്നത്. റെയിൽവേ സ്റ്റേഷനുള്ളിൽ വെച്ച് ബജ്രംഗ് ദൾ പ്രവർത്തകർ അവരോട് വളരെ മോശമായാണ് പെരുമാറിയത്. നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന വലിയ ആക്രോശങ്ങളായിരുന്നു ബജ്രംഗ് ദൾ പ്രവർത്തകർ നടത്തിയത്. അവർക്കെതിരെ കേസ് എടുക്കേണ്ടതിന് പകരം കന്യാസ്ത്രീകൾക്കെതിരെ കേസ് എടുത്ത് ജയിലിൽ അടയ്ക്കുകയാണ് സർക്കാർ ചെയ്തത്. ഇന്നലെയും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി പറഞ്ഞത് നിയമം നിയമത്തിന്റെ വഴിക്ക് എന്നാണ്. നിയമം നിയമത്തിന്റെ വഴിക്ക് മാത്രം പോകുമായിരുന്നുവെങ്കിൽ ഈ കന്യാസ്ത്രീകൾക്കെതിരെ കേസ് ഉണ്ടാകില്ല എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. ബജ്രംഗ് ദൾ പ്രവർത്തകർ കന്യാസ്ത്രീ സഹോദരിമാരെ ഉപദ്രവിച്ചതിനാണ് പക്ഷേ നിയമം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പോയത്. ഒരു പാവപ്പെട്ട സഹോദരിയെ കൊണ്ട് മൊഴി മാറ്റിപ്പിച്ചു. പിന്നീട് അവർ തന്നെ പറഞ്ഞു തങ്ങളെ ഭീഷണിപ്പെടുത്തിയാണ് മൊഴി മാറ്റിയതെന്നും പൂർണ്ണ സമ്മതത്തോടെയാണ് കന്യാസ്ത്രീകൾക്കൊപ്പം പോയതെന്നും. ഇത്രയും ജനാധിപത്യ വിരുദ്ധവും മനുഷ്യത്വരഹിതവുമായ പെരുമാറ്റം കാണിച്ചവർക്കെതിരെ കേസെടുക്കാൻ എന്താണ് ഛത്തീസ്ഗഡ് പോലീസ് തയ്യാറാകാത്തത്? ഈ അന്യായം നടത്തിയവർക്കെതിരെ നടപടിയെടുക്കണം. ആടിനെ പട്ടിയാക്കുന്ന രീതിയിലും നിയമത്തെ വ്യാഖ്യാനിക്കരുത്. എന്തായാലും ഈ വാക്കുകളിൽ നമുക്കറിയാം ഒരു അമർഷമുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്, ഒരു വിമർശനവുമുണ്ട്. പക്ഷെ കേരളത്തിലെ BJP നേതാക്കൾ ധരിക്കുന്നത് ഇങ്ങനെയുള്ള നാടകങ്ങൾ നടക്കുകയും അതിനെ വഴിതിരിച്ചു വിടുകയും വോട്ട് പിടിക്കാം എന്നുള്ള സ്വപ്നങ്ങളും ഒക്കെ തന്നെയാണ്. ഇതും KC വേണുഗോപാലിന്റെ വാക്കുകളാണ്. അപ്പം ഇതിലൊക്കെ എത്ര ആത്മാർത്ഥത ഉണ്ടായിരുന്നു എന്നതും സംശയവുമുണ്ട്. അവരുടെ ആശയം എന്താണെന്നൊക്കെ അറിയേണ്ടതുമുണ്ട്. പക്ഷെ ഇവിടെ എല്ലാം രാജീവ് ചന്ദ്രശേഖർ വ്യത്യസ്തനാവുകയാണ്. ഒരു പകയും വിദ്വേഷവും ഒന്നും അദ്ദേഹത്തിനോട് പലരും കാണിച്ചിട്ടില്ല, പലരും കാണിക്കുന്നുമില്ല. അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു ഗ്രീൻ ചീറ്റ് നൽകി രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തി കേരള BJP ഘടകം അവരുടെ ശക്തി അറിയിച്ചു. അതുകൊണ്ടാണ് പലരും വന്ന് അമിത്ഷായോടും മോദിയോടും വരെ നന്ദി അറിയിച്ചത്. അങ്ങനെ രാജീവ് ചന്ദ്രശേഖറിന്റെ എഴുത്തുകളും കുത്തുകളും ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് മതമോ ജാതിയോ ഒന്നും നോക്കാതെ മലയാളികൾ എവിടെ ഇങ്ങനെ പ്രതിരോധിക്കേണ്ട അവസ്ഥയിലായാലും അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായാലും അവർ പ്രതിഷേധിക്കും അതിനോട് എന്നാണ്. അതായത് ഇപ്പോൾ ഒച്ച ഉയർത്തിയ എല്ലാവരും പ്രതിപക്ഷമൊക്കെ ഔട്ടായി രാജീവ് ജി ഇന്നുമായിട്ടുണ്ട്. അതായത് കന്യാസ്ത്രീകൾ അവരർഹിക്കുന്ന നീതിയും സഹായവും ഉറപ്പാക്കാൻ അവരോടൊപ്പം നീതിന്യായ സംവിധാനത്തിനും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക്, ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാജിക്ക്, ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിജിക്ക്, അങ്ങനെ ഒരുപാടൊരു ലിസ്റ്റ് തന്നെ എഴുതിയിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ കുറിപ്പ് എഴുതിയത്. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ക്ലീൻ ചീറ്റൊക്കെ വാങ്ങി കേരളത്തിൽ വോട്ട് പിടിക്കാൻ ഇപ്പോൾ എത്തും. വോട്ട് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കേണ്ടതുണ്ട്. ഇത് 3 ദിവസം മുമ്പേ നടക്കുന്ന ഒരു കാര്യമായിരുന്നു. 3 ദിവസം മുമ്പേ ഇവിടെ ഒരു ഡ്രാമയോ ആ പൊളിറ്റിക്കൽ ഡ്രാമ നടന്നില്ലെങ്കിൽ ഇത് 3 ദിവസം മുമ്പേ നമുക്ക് ജാമ്യം കിട്ടുന്ന ഒരു സ്ഥിതിയായിരുന്നു. അത് നടന്നില്ല.
അത് ഓക്കെ നടന്നതാണോ ശരിക്കും മോചനം വൈകാൻ കാരണം? അല്ല അതിലെ ഒരു സംശയമില്ല, അതിലൊരു സംശയമില്ല. പൊളിറ്റിക്കൽ ഡ്രാമ അല്ല, പൊളിറ്റിക്കൽ ഡ്രാമ നിങ്ങൾക്ക് അറിയാം, ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല പറയണ്ട, എനിക്ക് പറയാൻ ആഗ്രഹമില്ല. അപ്പോൾ അല്ലേ ഇന്ന് ഞാൻ ഇന്ന് ജുഡീഷ്യറിക്ക് നന്ദി പറയുന്നു, നമ്മുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷാജിക്കും നന്ദി പറയുന്നു, ഇവിടുത്തെ മുഖ്യമന്ത്രിനെ ഞാൻ കണ്ടു, അദ്ദേഹത്തോട് ഞാൻ നന്ദി പറഞ്ഞു, ആഭ്യന്തരമന്ത്രിനെ കണ്ടു, അവരെ നന്ദി പറഞ്ഞു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകുമോ ബി ജെ പിയുടെ ഭാഗമായി?